അങ്ങനെ ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. പാർട്ട് 3-ലെങ്കിലും ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് നിങ്ങളെപ്പോലെ ഞാനും വിശ്വസിക്കുന്നു. ഒരുവിധം എല്ലാ ചെറിയ ഷോപ്പുകളും കയറി ഇറങ്ങി പരീക്ഷണം നടത്തുന്ന സ്വഭാവമാണ് കേട്ടോ ഞങ്ങൾക്കുള്ളത്. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള 2 ഷോപ്പുകളുണ്ട്. ക്ലോത്തിന്റെ ക്വാളിറ്റിക്ക് ഉറപ്പ് തരുന്ന 2 ഷോപ്പുകൾ. സ്റ്റിച്ചിങ്ങും വലിയ കുഴപ്പമില്ല. പിന്നെ വിലയുടെ കാര്യം എന്ന് പറഞ്ഞാൽ വിലക്കയറ്റ എല്ലാ മേഖലയും ബാധിക്കുന്ന പോലെ തന്നെ ഈ മേഖലയിലും നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് ഈ ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഷോർട്സും പാൻസും ഒക്കെ വാങ്ങാറ് കേട്ടോ. ഞങ്ങളുടെ ഷോപ്പിൽ ന്യൂ ബോൺ മുതൽ 5 ഇയർ വരെയുള്ള പ്രൊഡക്റ്റ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് സൈസിന്റെ കാര്യത്തിൽ തന്നെയാണ്. ചില ഷോപ്പിൽ നിന്ന് മാത്രമേ 1 മുതൽ 5 വരെയുള്ള പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ. മിക്ക ഷോപ്പിൽ നിന്നും 5 ഇയർ വരെ പ്രൊഡക്റ്റ് കിട്ടില്ല. ചിലപ്പോൾ നമ്മൾ അതിലും കൂടുതൽ സൈസ് നമ്മൾ എടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് 5 ഇയറിന്റെ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ മന്ത് സൈസ് അങ്ങനെയൊക്കെയാണ് വരുള്ളൂ. ചിലപ്പോൾ 1 ഇയർ മുതൽ 10 ഇയർ വരെ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ അത്രയും സൈസ് ഞങ്ങൾ എടുക്കേണ്ടി വരും. 5 ഇയറിന്റെ മുകളിലേക്ക് പ്രൊഡക്റ്റ് വെക്കുമ്പോൾ ഇപ്പൊ പാൻസിലാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ വരുന്നത്. അപ്പോൾ 5 ഇയറിന്റെ മുകളിലേക്ക് വെക്കുമ്പോൾ പാൻസ് മാത്രമായിട്ട് നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ട ടോപ്പും വെക്കണ്ടേ. ചില ഷോപ്പിൽ നിന്ന് ടോപ്പും പാൻറ്റും അങ്ങനെ 5 ഇയർ കിട്ടും. പക്ഷെ ആ ഷോപ്പിൽ നിന്ന് പാൻസ് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ പാൻസിൽ നിന്ന് റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ഷോപ്പിൽ നിന്ന് എടുക്കുന്നത്. എന്തായാലും സംഗതി പിടികിട്ടിയോ? സംഭവം എന്താണെന്ന് വെച്ചാൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഷോപ്പിൽ നിന്നായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സൈസ് ബുദ്ധിമുട്ട് വരുന്നത്. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പുറമെന്ന് കാണിച്ചിട്ട് പറഞ്ഞില്ലേ ഈ ഷോപ്പിൽ നിന്ന് ഇപ്രാവശ്യം ഞങ്ങൾ ആദ്യമായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. ആ ഷോപ്പിൻ്റെ ഉൾഭാഗമാണിത് കേട്ടോ. അതിലുള്ള പ്രൊഡക്ട്സ് ആണ് ഇതൊക്കെ. നല്ല പ്രൊഡക്റ്റാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ ചിലതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. വേറൊന്നും കൊണ്ടല്ല, ചില പ്രൊഡക്റ്റിന്റെ വില കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് റീറ്റെയിൽ ആണോ ഹോൾസെയിൽ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ആ പ്രൊഡക്റ്റിന്റെ ഭംഗിയും കണ്ട് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ക്വാളിറ്റിയേക്കാൾ ഷോപ്പിന്റെ വലിപ്പത്തിന് പ്രാധാന്യം നൽകിയിട്ട് പ്രൊഡക്റ്റിന് വില ഇടുന്ന കസ്റ്റമേഴ്സ്. ഇനിയിപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരെണ്ണം വാങ്ങി കൊടുന്നേക്കാന്ന് വിചാരിച്ചാൽ എത്ര നല്ല കളറും മോഡലും ആണെങ്കിലും വേറെ കളറുണ്ടോ എന്ന് ചോദിച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യുന്ന കുറച്ച് കസ്റ്റമേഴ്സ്, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മാത്രം നോക്കി പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. എന്നാലും ഞങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഏത് ബിസിനസ് ആണെങ്കിലും അത് ചെയ്തു പരിചയമുള്ളവരുടെ അനുഭവങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കുക. ഇത് ഞാൻ പറഞ്ഞതല്ല, ഞങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കേട്ടൊരു വീഡിയോയിൽ ആരോ പറഞ്ഞ കാര്യമാണ്. വർത്താനത്തിന്റെ ഇടയിൽ ഞങ്ങൾ സ്ഥിരം പർച്ചേസ് ചെയ്യുന്ന 2 ഷോപ്പിലെ ഒരു ഷോപ്പിന്റെ വീഡിയോ കണ്ടപ്പോൾ ഞാനത് പറയാൻ മറന്നു. എന്തായാലും ഇതാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്ന മറ്റൊരു ഷോപ്പ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അനുഭവങ്ങളും ഉപദേശങ്ങളും ഒക്കെ കേട്ടിട്ടും ഞങ്ങൾക്ക് പറ്റിയ നഷ്ടം അത്രയും വ്യക്തമായ ധാരണ ഇല്ലാഞ്ഞിട്ടായിരുന്നു കേട്ടോ. അതായത് ഞങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഈ ബിസിനസ്സിലെ ഏത് സെക്ഷൻ തിരഞ്ഞെടുക്കണമെന്ന ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നില്ല. സമയക്കുറവും അതിന്റെ ഒരു കാരണമാണ്. കുറച്ചും കൂടിയൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ സമയം ഇവിടെ കഴിഞ്ഞു, ഞങ്ങളെ പർച്ചേസും കഴിഞ്ഞു. വളരെ ലോ ബഡ്ജറ്റ് പർച്ചേസ് ആയതുകൊണ്ട് നേരത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ച് ഓട്ടോയിൽ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അതെ, ഈ പാളയം മാർക്കറ്റിന്റെ മുന്നിൽ കൂടി എത്ര കാലം പോയിരുന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. അതെന്റെ കുഴപ്പമാണ്, ഞാൻ സമ്മതിക്കുന്നു. ഞങ്ങളുടെ ട്രെയിൻ ഒരു 10-15 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. പർച്ചേസിനെ കുറിച്ചിട്ട് കുറച്ചും കൂടിയൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ ഇനി നിങ്ങളെ പുറപ്പെടുപ്പിക്കാൻ തയ്യാറില്ല. അപ്പോൾ പാർട്ട് 3 കൂടിയിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ.